ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് ആ സമയത്ത് ജീവിക്കണം എന്നുള്ളതാണ് പഠിച്ചത്. അപ്പൊ പ്രസന്റില് ജീവിക്കുക, കാർപ്പേഡിയം എന്ന് പറയുന്ന സാധനമാണ് പഠിച്ചത്. അപ്പൊ ആ മൊമെന്റ് പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. ഒരു വട്ടം വരച്ച് ആ വട്ടത്തിനുള്ളിൽ ജീവിതത്തെ തളച്ചിടുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ അങ്ങനെ ജീവിച്ചോളൂ, അതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ. പക്ഷേ നിങ്ങളുടെ ഒപ്പമുള്ള ആളുകളെ ആ വട്ടത്തിന് വെളിയിൽ വേറൊരു ലോകമില്ല എന്ന രീതിയിൽ പറഞ്ഞ് പഠിപ്പിക്കരുത്. ആ വട്ടത്തിന് വെളിയിൽ ഒരു ലോകമുണ്ട്, അവിടെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ലെറ്റ് ദം എക്സ്പ്ലോർ. കീപ് ഗോയിങ്. ഹാപ്പി ലൈഫ്. സന്തോഷം ഉണ്ടാക്കണം. സന്തോഷം ഉണ്ടാക്കിയെടുക്കണതാണ് നമ്മൾ. ഒരാളും വരില്ല നമ്മളെ സന്തോഷിപ്പിക്കാൻ. ഒരു ഡോക്ടറും നമ്മളെ ഹെൽത്തി ആക്കി മാറ്റില്ല. ഒരു ടീച്ചറും നമ്മളെ സ്മാർട്ടാക്കില്ല. ഒരു ജിം ട്രെയിനറും നമ്മളെ മസിൽ ഉണ്ടാക്കി തരില്ല. ഇല്ല ഇല്ല. ഒരു ഗുരുവും നമ്മളെ കാമാക്കില്ല. ഒരാളിതൊന്നും ചെയ്തില്ല. ആര് ചെയ്യണം? നമ്മൾ ചെയ്യണം. നമ്മളെ സന്തോഷത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല മനുഷ്യന്മാർ സന്തോഷിക്കുന്നത്. പ്രശ്നമില്ലാത്തതുകൊണ്ടാണോ? അല്ല. ഈ ചിരിച്ചിരിക്കുന്ന എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും ഉണ്ട്. പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ട്. പക്ഷെ പ്രശ്നങ്ങൾക്കപ്പുറം സന്തോഷം കണ്ടെത്താനുള്ള കരുത്ത് നമ്മൾ കണ്ടുപിടിക്കണം. ജീവിച്ചിരിക്കുക എന്നുള്ളതിനേക്കാൾ മനോഹരമായൊരു ഫൈറ്റ് വേറെ നമുക്ക് നടത്താനില്ല, അല്ലേ? സന്തോഷത്തോടെ ജീവിച്ചിരിക്കുക. നിങ്ങളുടെ ശത്രുക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്നൊരു നിങ്ങളുടെ ചിരിച്ച മുഖമാണ്, അല്ലേ? രണ്ട് കൂട്ടരെ വെടിവെച്ച് കൊള്ളണം. ഒന്ന് നാട്ടുകാർ, പിന്നെ ബന്ധുക്കൾ. ഇന്ന് വന്ന ബന്ധുക്കളല്ല, ഇന്ന് വരാത്തവൻ. ഇന്ന് വന്ന് അവിടെ വെക്കില്ലേ വരണ്ടായിരുന്നു. ഇത് കേൾക്കാറ് ചിരിച്ച മുഖം, ചിരിച്ച് സന്തോഷിച്ച് കാണിച്ചു കൊടുക്കണം. ഡിസ്പൈറ്റ് ഓഫ് ഓൾ ഓഡ്സ്. നമുക്ക് എല്ലാവർക്കും സെറ്റ് ബാക്ക് ഉണ്ടാവും. ടേക്ക് സെറ്റ് ബാക്ക് ആസ് എ സെറ്റ് ഫോർ കം ബാക്ക്. നിങ്ങൾ എത്ര സ്ഥലങ്ങളിൽ, ഞാനും ക്ലാസ് എടുക്കാൻ പോകാറ്, എൻ്റെ വീഡിയോയിൽ കിടക്കുന്നുണ്ട്. ഈ അസുഖം എന്നതിന് പറഞ്ഞുകൂടാ. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ 35 കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നിട്ട് അമ്മ, ആ മോനുണ്ടായതിനു ശേഷം 22 വർഷമായിട്ട് അമ്മയുടെ ജീവിതം അതാ. വണ്ടി ഓടിച്ചു വരുന്നു, മോനെ ഇരുത്ത്. അവന് അസുഖമുണ്ട്. അസുഖമല്ല അത്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ദൈവം കൊടുത്ത വ്യത്യസ്തമായ കഴിവ് അത്രേ. പക്ഷെ എന്താണെന്ന് പറയുക, അങ്ങനെ ഇരുന്ന് തിരിച്ചു പോകുന്നു. എല്ലാ ദിവസവും അമ്മയുടെ ജീവിതം അവിടെയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? ഒരു സങ്കടമില്ല സാറേ, അവനെ എനിക്ക് തന്നെ